കൊച്ചി പുതുവായ്പ് ബീച്ചിൽ തിരയിൽപ്പെട്ട് പരിക്കേറ്റ 2 വിദ്യാർത്ഥികൾ കൂടി മരിച്ചു. കത്രിക്കടവ് സ്വദേശി മിലൻ സെബാസ്റ്റ്യൻ, എളംകുളം സ്വദേശി ആൽവിൻ എന്നിവരാണ് ചികിത്സയിലിരിക്കെ മരിച്ചത്. അപകടത്തിൽ വിദ്യാർത്ഥിയായ അഭിഷേക് ഇന്നലെ മരിച്ചിരുന്നു. വിനീത ബി ജി കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകാനുണ്ട്. വിനീത, ഇന്നലെ അപകടത്തിൽപ്പെട്ട് ചികിത്സയിലായിരുന്നു ഈ 2 വിദ്യാർത്ഥികൾ. അവരുടെ മരണവാർത്ത ഏറെ വേദനയോടുകൂടിയാണ് നമുക്ക് കേൾക്കേണ്ടി വരുന്നത്. വിവരങ്ങൾ എന്തൊക്കെയാണ്? ഇനി കൂടുതൽ ആരെങ്കിലും ഇതേപോലെ ചികിത്സയിലിരിക്കുന്നവരുണ്ടോ? മരിച്ച വിദ്യാർത്ഥികളുടെ മറ്റു വിവരങ്ങൾ കൂടി. ഗോപികൃഷ്ണൻ, 2 വിദ്യാർത്ഥികളാണ് ഇന്ന് മരിച്ചത്. ഇന്നലെ അഭിഷേക് മരിച്ചിരുന്നു. നമുക്കിപ്പോൾ ലഭ്യമാകുന്ന ഏറ്റവും പുതിയൊരു വിവരം, നമ്മളിപ്പോൾ പുതുവൈപ്പ് ബീച്ചിലാണുള്ളത്. ആ അപകടം നടന്ന മേഖലയിലാണുള്ളത്. ആ സ്ഥലം ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ അവർ സന്ദർശിക്കുകയാണ്. അദ്ദേഹം ഇപ്പോൾ നമുക്കൊപ്പം ചേരുന്നുണ്ട്. സർ, ഇവിടെ അപകടങ്ങൾ ഇങ്ങനെ തുടർക്കഥയാവുന്ന ഒരു പശ്ചാത്തലം കൂടി ഉണ്ടല്ലോ സാർ. ഈ ബീച്ചിലൊക്കെ വരുന്ന ആളുകൾ, മത്സ്യത്തൊഴിലാളികൾ പറയുന്നത് അവർ പറഞ്ഞിട്ടൊന്നും ഈ ആളുകൾ കേൾക്കുന്നില്ല, അവർ വീണ്ടും ഈ കടലിലേക്ക് ഇങ്ങനെ ഇറങ്ങുകയാണ് എന്നൊക്കെയുള്ളൊരു പരാതികളും ഉയരുന്നുണ്ട്. അല്ല, ഈ ബീച്ചിൽ 3 പേര് മരിച്ച ഈ സാഹചര്യത്തിൽ ഇവിടെ വേണ്ട സുരക്ഷാ ക്രമീകരണങ്ങൾ ചെയ്യാനുള്ള മുൻകരുതലുകൾ സ്വീകരിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ അതിന് മുൻകാലങ്ങളിൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതും പരിശോധിച്ച് സിവിൽ അതോറിറ്റീസും കൂടി ഡിസ്കസ് ചെയ്തതിനു ശേഷം വേണ്ട മുൻകരുതൽ സ്വീകരിക്കുന്നതായിരിക്കും. ഈ അവധിക്കാലം കൂടിയാണ്, അപ്പം വിദ്യാർത്ഥികളും അങ്ങനെ പുറത്തു നിന്നൊക്കെയുള്ള ആളുകൾ ഒരുപാട് പേര് ഇപ്പോഴും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പൊ ഇവരൊക്കെ ഈ തിരയിലേക്ക് ഇറങ്ങുകയും കുളിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമുക്ക് നിർദ്ദേശങ്ങൾ ലഭിച്ചിരിക്കുന്ന കള്ളക്കടൽ ഉൾപ്പെടെയുള്ള ചില പ്രതിഭാസങ്ങൾ കൂടി ഉണ്ടല്ലോ. ഒരു ലൈഫ് ഗാർഡ് പോലും ഇവിടെ ഇല്ല എന്നൊക്കെ ഒരു പരാതി കൂടി ഉണ്ട്. അതെ, അത് ലൈഫ് ഗാർഡിനെ ഇവിടെ അപ്പോയിന്റ് ചെയ്യാനുള്ള നടപടികളും ഡിസ്ട്രിക്ട് അതോറിറ്റീസുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും ഏർപ്പെടുന്നതായിരിക്കും. തീർച്ചയായും അദ്ദേഹം ഇപ്പോൾ ഈ അപകടം നടന്ന സ്ഥലം സന്ദർശിക്കുകയാണ്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ച ചില കാര്യങ്ങൾ, അത്തരം കാര്യങ്ങളിലൊക്കെ തന്നെ ഒരു നടപടി ഉണ്ടാകുമെന്നൊരു ഉറപ്പ് കൂടിയാണ് ഇപ്പോൾ അദ്ദേഹം നൽകിയിരിക്കുന്നത്. പോലീസ് ഉദ്യോഗസ്ഥർ ഇവിടെ എത്തി ഇപ്പോൾ ഈ അപകടം നടന്ന ഇന്നലെ ഈ പുതുവൈപ്പിലിൽ ഈ വിദ്യാർത്ഥികൾ തിരയിൽപ്പെട്ട ആ സ്ഥലം അവർ സന്ദർശിക്കുകയാണ്. ഗോപികൃഷ്ണൻ സൂചിപ്പിച്ചതുപോലെ 2 പേരാണ് ഇന്ന് മരിച്ചത്. ആൽവിൻ, അതോടൊപ്പം തന്നെ മിലൻ എന്നിങ്ങനെ 2 പേർക്കും 19 വയസ്സാണുള്ളത്. 2 പേരും എറണാകുളം സ്വദേശികളാണ്. കത്രിക്കടവ് ഒപ്പം തന്നെ എളംകുളം സ്വദേശികളാണ് മരിച്ചത്. ഇവിടെ ഈ വേനൽ അവധിക്കാലമൊക്കെ ആയതിനാൽ നിരവധി വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള വിനോദസഞ്ചാരികളൊക്കെ ഈ മേഖലകളിലേക്കൊക്കെ തന്നെ എത്തുന്നുണ്ട്. ഇവർക്ക് കൃത്യമായിട്ടുള്ള നിർദ്ദേശം നൽകാനും അല്ലെങ്കിൽ ഏതെങ്കിലും ഈ തിര പെട്ടെന്ന് കൂടി വരാനൊക്കെ ഉള്ളൊരു സാഹചര്യം ഉണ്ട് എങ്കിൽ അവരെ കടലിൽ നിന്നൊക്കെ പുറത്തേക്ക് മാറ്റുന്നതിനുമൊക്കെ ഒരു ലൈഫ് ഗാർഡ് വേണം എന്നുള്ളത് തന്നെയാണ് അല്പസമയം മുൻപ് നമ്മളോട് സംസാരിച്ച മത്സ്യത്തൊഴിലാളികളൊക്കെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഈ കാര്യങ്ങളിലൊക്കെ ഒരു നടപടി ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ നമ്മളോട് സംസാരിച്ച അദ്ദേഹവും വ്യക്തമാക്കിയിരിക്കുന്നത്. അത്തരം കാര്യങ്ങളിലൊക്കെ ഒരു പരിഹാരം ഉണ്ടാകും ഇനിയെങ്കിലും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഗോപി, ശരി. വിനീത വി ജിയാണ് വിവരങ്ങൾ നൽകിയത്. ഇന്നലെ പരിക്കേറ്റ് ചികിത്സയിൽ ഇരുന്ന 2 വിദ്യാർത്ഥികൾ കൂടി മരിച്ചിരിക്കുന്നു. കത്രക്കടവ് സ്വദേശി മിലൻ സെബാസ്റ്റ്യൻ, എളംകുളം സ്വദേശി ആൽവിൻ എന്നിവരാണ് ചികിത്സയിലിരിക്കെ മരിച്ചത്. വിനീത വി ജിയാണ് വിവരങ്ങൾ നൽകിയത്.